ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്. ഒന്ന് വന്നിട്ട് ഒരു കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ECU സിമുലേറ്റർ മെഷീനും, രണ്ടാമത് ഒരു ഇന്നോവയുടെ ECM വന്നിട്ട് ഇഞ്ചക്ടറിന്റെ ഫോൾട്ട് ആയിട്ട് അത് എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പുതിയതായിട്ട് ഈ രംഗത്തേക്ക് വരുന്ന ECU ടെക്നീഷ്യന്മാർ നമ്മളോട് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന ECU സിമുലേറ്റർ ഏതാണെന്നുള്ളത്. അപ്പം ECU സിമുലേറ്റർ ഒരുപാട് കമ്പനികളുടെ വെളിയിൽ വരുന്നുണ്ടെങ്കിലും എല്ലാം വളരെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഒരു സാധാരണ അല്ലെങ്കിൽ ഒരു പുതിയതായിട്ട് ഇറങ്ങുന്ന ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്രയും കോസ്റ്റ്ലി ആയിട്ടൊരു സാധനം ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിന് പരിഹാരമായിട്ടാണ് നമ്മൾ ഇന്നൊരു സിഗ്നൽ ജനറേറ്റർ മെഷീനും ഒരു ECU സിമുലേറ്ററിന്റെ PCBയും നമ്മൾ ഇന്ന് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഈ ഒരു കസ്റ്റമർ ഒരു ഇന്നോവയുടെ ECM നമുക്ക് അയച്ചത് ഒന്നാമത്തെ സിലിണ്ടർ അതല്ല ഇഞ്ചക്ടർ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഫോൾട്ടിലാണ് നമുക്ക് ഈ ECM അയച്ചിരിക്കുന്നത്. ഇന്നോവയെ സംബന്ധിച്ചിടത്തോളം ഈ ഇഞ്ചക്ടർ വർക്ക് ചെയ്യാനായിട്ട് EDU എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ടർ ഡ്രൈവർ കൺട്രോളും ഉണ്ട്. അത് വേറെ വണ്ടിയിൽ നിന്ന് മാറ്റി വെച്ച് നോക്കി അതിന് പ്രശ്നമില്ല എന്ന് പറഞ്ഞു, വണ്ടിയുടെ വയറിങ്ങിന് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ECU പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത് അയച്ചിരിക്കുന്നത്. അപ്പം അത് നമ്മൾ ഇന്ന് ഓൺ ടേബിളിൽ എല്ലാം നമ്മുടെ പുതിയ സിഗ്നൽ ജനറേറ്റർ വെച്ചിട്ട് നമ്മളെല്ലാം ഓൺ ടേബിളിൽ വയറിംഗ് കണക്ഷൻ കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ECM നമ്മൾ ഫുള്ളായിട്ട് വയറിംഗ് ചെയ്തിട്ടുണ്ട്. ഇത് വണ്ടിയുടെ ഒറിജിനൽ DRV ആണ്. ഒരു ആക്യുറസിക്കായിട്ട് നമ്മൾ ഒറിജിനൽ DRV തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ നമ്മുടെ ടെസ്റ്റിംഗ് ബോർഡിലും നമുക്ക് DRVക്ക് പകരമായിട്ടുള്ള സംവിധാനമുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഒറിജിനൽ DRV തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സിഗ്നൽ ജനറേറ്ററിൽ നിന്ന് നമുക്ക് ഏതാണ്ട് 60 വണ്ടികളുടെ ടൈമിംഗ് നമ്മൾ ഇപ്പം തന്നെ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി പുതിയ വണ്ടികളനുസരിച്ച് വരുന്നതിനനുസരിച്ച് നമുക്കത് ആഡ് ചെയ്യാനും പറ്റും. അപ്പം നമുക്ക് ഈ വണ്ടിയെ നമുക്കിപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ഇന്നോവയുടെ ECM വന്നിട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 4 ഇഞ്ചക്ടറുകളും നമുക്കിപ്പം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഈ കസ്റ്റമർ അയച്ചു തന്നിരിക്കുന്ന ഇന്നോവയുടെ ECMന് യാതൊരു പ്രശ്നങ്ങളുമില്ല. ആ വണ്ടിയുടെ വയറിങ്ങിനകത്ത് എന്തോ തകരാറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മൾ കസ്റ്റമറോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ RPM ശകലമായിട്ട് കുറച്ച് നോക്കാം. RPM കുറയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ ആക്യുറസി ആയിട്ട് നമ്മുടെ ഇഞ്ചക്ടറുകൾ പ്രോപ്പറായിട്ട് 4 ഇഞ്ചക്ടറും ഫയർ ആകുന്നതായിട്ട്. ഇപ്പം നമുക്ക് RPM കൂട്ടാം. നല്ല രീതിയിൽ നമ്മുടെ ഇഞ്ചക്ടറുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ECU സിമുലേറ്റർ മെഷീൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പുതിയതായിട്ട് വരുന്ന ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം വണ്ടിയുടെ വയറിങ്ങുകൾ ഐഡന്റിഫൈ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നമുക്ക് വരുന്ന വലിയ മെഷീൻസിനെല്ലാം വന്നിട്ട് കേബിൾ കണക്ടിവിറ്റിയാണ് വരുന്നത്. ഇത് നമ്മൾ മാനുവലായിട്ട് പിന്നെ കണക്ട് ചെയ്ത് വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട്. അപ്പം വണ്ടിയുടെ വയറിങ്ങിനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.